കഠിനമായ മർദ്ദനങ്ങളാണ്. അതിപ്പോൾ രാജേട്ടനോട് പറഞ്ഞു 17 തരം മർദ്ദനങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഈ മർദ്ദനം നടക്കുന്ന സമയത്തൊക്കെ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരറിയാൻ ആഗ്രഹിച്ചതും അവരറിയാൻ അവർക്ക് നിർബന്ധമുണ്ടായിരുന്ന കാര്യം, നിങ്ങളെ ആരാണ് ഈ സമരത്തിന് അയച്ചത്. അതറിഞ്ഞാൽ അവർക്ക് ലീഡേഴ്സിനെ പിടിക്കാം, അണ്ടർഗ്രൗണ്ടിലുള്ളവരെ. പക്ഷെ നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ലീഡർ ഉണ്ടെങ്കിൽ ലീഡറുടെ പേര് മാത്രം നമ്മൾ പറയാൻ പാടുള്ളൂ. ലീഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒളിവിലുള്ള ഒരാളുടെ പേര് പറയാം, അവർ പിടിച്ചോട്ടെ ഒളിവിലുള്ള ആളെ. ഇതായിരുന്നു നമ്മുടെ അന്നത്തെ സമ്പ്രദായം. ആ നിലയ്ക്ക് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു എണ്ണം 175,000 ആയിരുന്നു. 1,75,000 പേര്. അവരുടെ ആവറേജ് വയസ്സ് രസകരമായിരിക്കും ഇപ്പോൾ കേൾക്കുമ്പോൾ. അവരുടെ ആവറേജ് വയസ്സ് 23 ആയിരുന്നു. അത് യുവാക്കളായിരുന്നു ആ സമരത്തിന് മുൻപന്തിയിൽ എത്തിയിരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്. കേരളത്തില് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 75,000 ആയിരുന്നു. നമ്മൾ 50 കൊല്ലത്തെ കേരളത്തിലെ നാഷണലിസ്റ്റ് ഫോഴ്സസിന്റെ ശക്തി ഒന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാം 75,000 വലിപ്പം. കേരളത്തിലെ ഈ ആളുകളുടെ ആവറേജ് വയസ്സ് 21 ആയിരുന്നു. അഖില ഭാരതീയമായിട്ട് 23 ആയിരുന്നെങ്കിൽ കേരളത്തിലെ ആവറേജ് വയസ്സ് 21 ആയിരുന്നു. ആ നിലയ്ക്കായിരുന്നു നമ്മുടെ സമരത്തിന്റെ പ്രവർത്തകരുടെ കാര്യങ്ങൾ. അന്ന് 28ഓളം പേര് കേരളത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. മർദ്ദനത്തിന് ജയിലിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ മർദ്ദനത്തിന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അതുപോലുള്ള കാര്യങ്ങൾ 28 പേര് അന്ന് മരിച്ചു പോയിട്ടുണ്ട്. 252 പേര് മിസ്സാപ്രകാരം തടവില്ല. മിസ്സാപ്രകാരം തടവില്ല എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാലേ വിടുള്ളൂ. അല്ലാതെ DIR അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും കേസ് അറിഞ്ഞ് 1, 2, 3 മാസം കഴിഞ്ഞാൽ പോരാ. അതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളുണ്ടായിരുന്നു.